സോ എല്ലാവർക്കും ഡൂറോസിനെ മറ്റൊരു വീഡിയോയിൽ സ്വാഗതം. സോ മച്ച് വരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണത് ഖലീഫ. നമ്മുടെ പൃഥ്വിരാജ് സുമാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ഗ്ലിംസ് എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. സോ എന്നാൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയൊന്നും അല്ല. പൃഥ്വിരാജ് സുമാൻ്റെ ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട് ഡീറ്റെയിൽസ്, അതായത് ഒരു അപ്ഡേറ്റ് ഇല്ലാണ്ട് കിടക്കുന്ന ഒരുപാട് മൂവീസ് ഉണ്ട്. അതൊക്കെ ഇനി ഇറങ്ങുമെന്ന് പോലും പിടുത്തമില്ല. ഒന്ന് ഹോംബാലയുടെ ടൈസൺ, ഇതൊക്കെ എവിടെ പോയി കിടക്കണം എന്ന് അറിഞ്ഞൂടാ. അറ്റ്ലീസ്റ്റ് എൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പോലും ഒരു പിടുത്തമില്ല. സോ എന്നാലും നമുക്ക് നമ്മുടെ ഖലീഫ ഇത് കുറേ നാൾ മുമ്പ് സത്യം പറഞ്ഞാൽ അനൗൺസ് ചെയ്തൊരു പടത്തിനാണ്. ഒരു ഇത് ഗ്ലിംസ് വരുന്നോ ഒരു തരത്തിലുള്ള ഒരു റിപ്പോർട്ടും ഇല്ലായിരുന്നു. പക്ഷേ എന്തായാലും ഫൈനലി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും സംഭവം ഒന്ന് കണ്ടുപോകാം. ലെറ്റ്സ് ഗോ. ജിനൂബി ഗൈസ് വൈശാഖാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ജിനൂബി എബ്രഹാമാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. വേറെ ആരെ പറ്റി അറിയത്തില്ല. ഓ ബോക്സിംഗ് operating out of the Middle East through networks in London, Nepal and Kerala. Though details remain unclear. Smuggling. ഇപ്പൊ എന്തായി ഹംസേ? എട്ടുള്ളതിന്റെ ആമിർ ഇനി ഈ ഇന്ത്യ മഹാരാജ്യത്തെ എവിടെ അവൻ കാലെടുത്ത് വെത്തിയാലും അപ്പ പൊക്കി അകത്തിടാം. അതാ ഈ കോഫി പോസ്റ്റഡ് ഒരു ഗുണം. പണിക്കർ സാറെ എങ്ങക്കറിയോ ഈ നാട്ടിൽ എങ്ങനെ കൊഫെ പോസ് അങ്ങ് വടക്ക് ബാക്കിയും ഹാജി മസ്താനും, ഇടത്തേക്ക് മുതലിയാരും, പിന്നെ മാമ്പറയ്ക്കൽ അമ്മദാലി. ഈ നാലാളെയും കൊണ്ട് ശരിക്കും വെള്ളം കുടിച്ചു പോയിരുന്നു മിസസ് ഗാന്ധി. അങ്ങനെ ഒരു 74 പാർലമെന്റ് കൊഫെ പോസ പാസ്സാക്കുന്നത്. എന്നിട്ട് ആ പോസേമേൽ ഒരു അരമണിക്കൂർ അമ്മദാലിനെ പിടിച്ച് അകത്തിടാൻ ഓരെ കൊണ്ടായിട്ടില്ല സാറേ. ആ അമ്മദാലിന്റെ പേരക്കുട്ടിയാവോൻ ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ. അപ്പ കാണാം മമ്പറം പള്ളിയിലെ ഉറൂസ്. എനിക്ക് അപ്പോഴേ തോന്നി, പിന്നെ അല്ല. ഏത് ബീജമടാ ഇങ്ങനെ ഇടിക്കുമ്പോ ചോരയൊക്കെ വരൂ. കൊള്ളാട്ടാ. ഓ ഖലീഫ റെട്രോയിലൊരു കട്ടല്ലേ. ഓണത്തിനാ 2026 ഓണത്തിന് അടുത്ത കൊല്ലിറങ്ങണ പടം കൊടുപ്പണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഞാൻ ചോടനെ ഇറങ്ങണ സിനിമയാണെന്ന്. പക്ഷെ മ്യൂസിക് ഒരു രക്ഷയില്ല കേട്ടാ. എന്തൊരു മ്യൂസിക്കടാ പുള്ളിക്കാരൻ. ആ ഒരു മ്യൂസിക് ഫീൽഡിൽ പുള്ളിക്കാരൻ അങ്ങ് തകർത്താടാണ്. പിന്നെ ബാക്കി ഫൈറ്റ് സീക്വൻസ് ഒന്നും അത്ര അങ്ങോട്ട് ഇമ്പ്രസ്ഡ് അല്ല ഞാൻ. ഇതെന്തൊരിത്, ഫൈറ്റ് സീക്വൻസ് ഒന്നും ഞാൻ അത്ര അങ്ങോട്ട് ഇമ്പ്രസ്ഡ് അല്ല. സംഭവം കൊള്ളാം, കുറച്ചുകൂടെ കാണാൻ കുറച്ചുകൂടെ ഒന്ന് രസമാക്കാരെന്നാന്ന് തോന്നി. ഇച്ചിരി എന്ത് പറയാനാ, സംഭവം കൊള്ളാം. ഫൈറ്റ് സീക്വൻസ് ഒക്കെ തരക്കേടില്ല. പക്ഷേ അതൊക്കെ എന്തായാലും പക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ടോട്ടലി ഇംപ്രസ്ഡ്, ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്. പിന്നെ സിനിമാറ്റോഗ്രഫി വൈസ് ഒരു ഹോളിവുഡ് ടച്ചും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരുപാട്, അതായത് ഇവിടെ നടക്കുന്ന കഥയേക്കാൾ എനിക്ക് തോന്നുന്നത് ഫോറിൻ തന്നെയാണെന്ന്. ഇതിൻ്റെ മിക്കവാറും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ ആയിട്ടൊക്കെ മിക്കവാറും ഇറങ്ങുമെന്നാണ് തോന്നുന്നത്. കാരണം വില്ലൻസ് എല്ലാം ഫോറിനാണ്. ഒരു ഫോറിനെ വില്ലനെയൊക്കെ ഒന്ന് തല്ലിക്കൂട്ടി ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവൻ്റെ ഡോൺ വരും. ചിലപ്പോൾ അവൻ്റെ ഡോണിനെയൊക്കെ ഒന്ന് തല്ലിക്കൂട്ടി ഒന്ന് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കേരളത്തിൽ നിന്ന് ആരെങ്കിലും വരും തല്ലാൻ വേണ്ടി. അവിടെ ഉള്ളവരൊക്കെ തല്ലാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ആരെങ്കിലും വരും.
സോ എന്ത് സംഭവിക്കാം നമുക്ക് അറിഞ്ഞൂടെ. ഇപ്പം ഫസ്റ്റിന് സെക്കൻഡ് തേർഡ് പാർട്ടിൻ്റെ ഒക്കെ കാലമുള്ളൂ. സോ എന്നാലും ഗൈസ് ഇറ്റ് വാസ് എ നൈസ് ഗ്ലിംസ് ഉള്ളാലും നല്ല മ്യൂസിക്. ആ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഒന്നുകൂടെ കേട്ട് നോക്കണം. സോ നല്ല ഗൈസ് നിങ്ങൾക്ക് ഈ ടീച്ചറിന് ഈ ഗ്ലിംസിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.